എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് മധുരയ്ക്കാണ്, തമിഴ്നാട്ടിലെ മധുരയ്ക്ക്. അവിടുന്ന് മധുരയെ ഞങ്ങൾ തേനി വഴി തേനിയിൽ നിന്ന് KSRTCക്ക് നേരെ തിരുവല്ല വരും. അങ്ങനെ ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് വരാം. എനിക്ക് വണ്ടി കൊല്ലത്തുനിന്നാണ് കേട്ടാ. വൈകിട്ട് ബസ് യാത്രയുണ്ട് 5 മണിക്കൂർ. അത് കുഴപ്പമില്ല. അപ്പോൾ വൈകിട്ട് 6:30 കൊല്ലത്തുനിന്ന് പുനലൂർ മധുര എക്സ്പ്രസ്സിനാണ് നമ്മൾ മധുരയ്ക്ക് പോകുന്നത്. 3rd AC ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ടുവിടാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ നമുക്ക് പോകാന്നാ. അപ്പൊ ഇവിടെ നിന്ന് ശബരി എക്സ്പ്രസ്സിന് കയറി നമ്മൾ കൊല്ലത്ത് പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് മറ്റേ വണ്ടിക്ക് കയറി പോവാം. നാളെ ഉച്ചതിന് വരും. നാളെ ഉച്ചതിന് 3:30 എത്തും. ഫസ്റ്റ് ACയോ? ACക്കോ? ബസ്സിലാ വരുന്നത്. ഫസ്റ്റ് AC. ഞാൻ പോയിട്ട് വരാവേ. അപ്പോൾ ഞാൻ എത്തിയിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ. ഓക്കെ അയക്കാം. ഓരോരുത്തരത്ത് നിർത്തുമ്പോൾ മെസ്സേജ് അയക്കാം. പോരെ. ബൈ. നമ്മളിപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി. ഇവിടെ ശബരിമല നടന്നിരിക്കുന്നതുകൊണ്ട് ഫുൾ അയ്യപ്പന്മാരാണ്. രാവിലെ അപ്പം ഞാൻ പോവാം. ശരി, നാളെ കാണാം. ഓക്കെ, താങ്ക് യു. ശബരിമല സീസണിൽ ഇവിടെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ഫുൾ അയ്യപ്പന്മാരായിരിക്കും. ഇവരെല്ലാം തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരായിരിക്കും. അപ്പുറത്ത് കേരള എക്സ്പ്രസ് ഇപ്പോൾ വരും. അപ്പോൾ അതിൻ്റെയാണ് അവിടെ നല്ല തിരക്കാണ്. ഫുൾ അയ്യപ്പന്മാരാണ് അവിടെ. നമ്മുടെ ശബരി എക്സ്പ്രസ് ഇതിനാണ് കൊല്ലത്ത് പോകേണ്ടത്. നമ്മൾ ശബരിക്ക് കയറി കായംകുളം എത്തി. അപ്പുറത്തൊരു വണ്ടി പോകുന്നുണ്ടോ? ഇതാണ് മറ്റേ ഭാരത് ഗൗരവ് എന്ന് പറഞ്ഞ വണ്ടി. ഉലാറയിൽ എന്ന് പറയും, ഉലാറയിൽ. ഇത് എങ്ങോട്ട് പോകാണെന്ന് എനിക്കറിയത്തില്ല. ഇത് വരുന്നുണ്ടെന്ന് എനിക്കൊരു ഇൻഫോ കിട്ടിയായിരുന്നു. പക്ഷെ ഇത് എങ്ങോട്ട് പോകാമെന്ന് എനിക്കറിയത്തില്ല. ഭാരത് ഗൗരവ് കണ്ടാ, നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് വെറൈറ്റി ആയിട്ടുള്ള കോച്ചുകൾ കണ്ടാ. ഇത് ടൂറിസ്റ്റ് വണ്ടിയാണ്. AC ഉണ്ട്, സ്ലീപ്പർ ഉണ്ട് ഇതിൽ. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടുന്ന് 6:20 പുനലൂർ മധുര എക്സ്പ്രസ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വണ്ടി കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ 5:30 ആകുന്നേ ഉള്ളൂ. ഇവിടെ ഒരു മണിക്കൂർ ഏകദേശം പോസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. ഇത് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. ഇതൊരു എല്ലായിടത്തും നിർത്തി പോകുന്ന സാധാരണ വണ്ടിയാണ്. ഇതിവിടെ നേരത്തെ വന്ന് പോസ്റ്റായി കിടക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഈ പോകാൻ പോകുന്ന വണ്ടി നേരത്തെ ഒരു പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു. മധുരൈ പുനലൂർ പാസഞ്ചറാണ് പണ്ട്. അത് പിന്നെ ഇവർ എക്സ്പ്രസ് ആക്കി ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് അതിലൊരു AC 3 ടയർ കോച്ചും സ്ലീപ്പറുണ്ടായിരുന്നു. ഇപ്പോഴും സ്ലീപ്പറുണ്ട്. അങ്ങനെ ഒരു വണ്ടിയാക്കി ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വൈകിട്ട് പുനലൂരിന് 5:20 വിട്ടിട്ട് വെളുപ്പിന് 4:45 മധുരൈ എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ടൈമിങ്. ഈ വണ്ടിയിലാകെ ഒരു AC 3 ടയറേ ഉള്ളൂ. പക്ഷേ ഞാൻ മിക്കവാറും ഈ വണ്ടിയിൽ നോക്കുമ്പോൾ AC അവൈലബിൾ ആയിരിക്കും, സീറ്റൊക്കെ ഉണ്ടാവും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ആൾ കയറാത്തതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. ഇതിൽ രാത്രി ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുനിന്ന് മധുരയ്ക്ക് പോകുന്ന ആൾക്കാർ ഇന്ന് രാത്രി കയറി കിടന്ന് ഉറങ്ങിയാൽ മതി. രാവിലെ ആകുമ്പോൾ മധുര എത്തും. നമ്മളിവിടെ നമ്മുടെ വണ്ടി കാത്തു നിൽക്കാത്തതാണ്. ഇവിടെ വേറൊരു വണ്ടി വന്നു. ഇത് മറ്റേ പെട്രോൾ കൊണ്ടുവന്ന സാധനമാണ്, BTPN. രണ്ട് എൻജിൻ വെച്ചാണ് ഈ ഗുഡ്സ് ട്രെയിൻ പോകുന്നത്. കാരണം നല്ല പവർ വേണ്ട ഇത്രയും പെട്രോളും ഡീസലൊക്കെ കൊണ്ടുപോകാൻ. പെട്രോളാണ് കേട്ടോ. പെട്രോൾ ഇങ്ങനെ ലീക്കായി അതിൻ്റെ സ്റ്റെയിനൊക്കെ കണ്ട പുറത്തൊക്കെ വന്നിരിക്കുന്നത്. പെട്രോളിൻ്റെ നല്ല സ്മെല്ല്. കൊല്ലത്ത് വരുമ്പോൾ നമ്മുടെ ഗോഡ്വിൻ എന്തായാലും നമ്മളെ കാണാൻ വരും. ഗോഡ്വിൻ എന്തുകൊണ്ട് നമ്മൾ കൊല്ലത്തൊന്നും തന്നെ കാണാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. 6 മണിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടാ. ഇപ്പൊ എല്ലാരും കാണുമ്പോൾ അവിടെ ചൂടിനെ പറ്റിയാ ചർച്ച ചെയ്യുന്നത്. ചൂടുകൊണ്ട് രക്ഷയില്ല. 6 മണിക്കല്ലേ കഴിയുന്നത്? ചിലപ്പോ 7 മണിക്ക് ഇറങ്ങുമ്പോ. ആണോ? വർക്ക് തീരുന്നതനുസരിച്ചിരിക്കും. നല്ല വിശേഷമല്ലേ? നല്ല വിശേഷം. അപ്പൊ നമ്മുടെ വണ്ടി കണ്ട് വരുന്നു. ഇതെല്ലാം തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും, മിക്കവാറും ജനറലുള്ള ആൾക്കാരായിരിക്കും. അയ്യോ, പാപ്പ് 1 നമ്മുടെ ലോക്കോ. WAP 1 ജനറലിലൊക്കെ എല്ലാവരും ഓടുക കേട്ടോ. ഈ സമയത്ത് തിരുവനന്തപുരത്തോട്ട് ട്രെയിനില്ലാത്തതുകൊണ്ട് ഇതിൽ ഫുൾ ആൾക്കാരാണ് ജനറലിൽ. നമ്മുടെ ACയുടെ 4ാമത്തെ കോച്ച് കണ്ടല്ലേ? നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ കോച്ച്. ഇതാകെ ഒരു AC ഉള്ളൂ, B1 മാത്രമേ ഉള്ളൂ, AC 3 ടയർ. അപ്പം ശരി, ബൈ ബൈ. അടുത്ത വരവരെ കാണാൻ. അതെ. ശരിടാ എന്നാ. അപ്പം നമുക്ക് നമ്മുടെ കോച്ചിനകത്തോട്ട് പോയി നോക്കാം. തണുപ്പിച്ച് ഇതാക്കി വെച്ചേക്കാണ്. നല്ല തണുപ്പ് കേട്ടാ. നമ്മുടെ B1 43 ഇത് 43. ഇതാണ് നമ്മുടെ സീറ്റ്. നമ്മുടെ ബെർത്ത്, അപ്പർ ബെർത്ത.
ഇവിടെ ഉണ്ട് സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല തണുപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി കോച്ചായിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന് ഞാൻ തത്കാലാണ് ബുക്ക് ചെയ്തത്. തത്കാലിന് 1068 രൂപയായി. സാധാ ഇതിന് നോക്കുകയാണെങ്കിൽ സാധാ ഫെയർ ആണെങ്കിൽ 635 രൂപ. തത്കാലിന് കുറച്ച് കൂടുതലാണ്. അതും തത്കാല തന്നെ ഞാൻ തത്കാൽ രാവിലെ ഓപ്പൺ ആണ്. തത്കാൽ എനിക്ക് വൈകിട്ട് കിട്ടി. അപ്പം അത്രയും പോലും സീറ്റ് വലിയ പിടിയില്ലാത്തൊരു വണ്ടിയാണിത്. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് വെച്ച് നമ്മൾ IRCTCയുടെ ഫുഡ് ഓൺ ട്രാക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഡൊമിനോസിൻ്റെ ഒരു പിസ്സ എന്നാണ് പറഞ്ഞത്. ഈ വണ്ടി 8 മണിക്ക് കഴിയുമ്പോഴെത്തും. ഇപ്പോൾ 1/2 മണിക്കൂർ ലേറ്റാണ് വണ്ടി ഓടുന്നത്. 8 മണി കഴിഞ്ഞ് അവിടെ എത്തും. അപ്പോൾ ഒരു ഫുഡ് ഓൺ ട്രാക്കിൽ നമ്മൾ എങ്ങനെ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമല്ലോ IRCTC ആപ്പിൽ. അപ്പോൾ അതിൻ്റെ താഴത്തിൽ നമുക്ക് ഓർഡർ Ecatering എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ PNR നമ്പർ അടിച്ചു കൊടുത്താൽ ഏതൊക്കെ സ്റ്റേഷനിൽ നിന്നാണ് അവർ കാറ്റർ ചെയ്യുന്നതിന് ഫുഡ് ഡെലിവറി ചെയ്യുന്നതിന് അവർ അതിനകത്ത് കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ കൊടുത്താൽ അവിടെ ഏതൊക്കെ ഹോട്ടലുകളാണ് കൊടുക്കുന്നത് ഡെലിവറി ചെയ്യുന്നതെന്ന് നോക്കാൻ പറ്റും. പിന്നെ അത് എന്തൊക്കെ ഫുഡൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ പറ്റും. നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അവർ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ കൊടുത്താൽ സ്റ്റേഷനെത്തുമ്പോഴേക്കും വണ്ടിക്കകത്ത് നമ്മൾ ആൾ കൊണ്ട് തരും. വേറെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. ഇവരകത്ത് കൊണ്ട് തരുമോ നമുക്ക് നോക്കാം. നമുക്കിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഇത് വെസ്റ്റേൺ സ്റ്റൈൽ ബാത്റൂമാണ്. ബാത്റൂമൊക്കെ സുഖമാണ് കാണിക്കാതിരിക്കുന്നതിൻ്റെ നല്ലത്. വൃത്തികേടില്ല, പക്ഷേ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വലിയ ഇതൊന്നുമില്ല. ഇത് ഇന്ത്യൻ സ്റ്റൈലും കൂടെ നോക്കാം. ഇന്ത്യൻ സ്റ്റൈൽ മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടെ ഭേദമുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, സ്മെല്ലൊന്നുമില്ല. പക്ഷെ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ഇതില്ല. മനസ്സിലായില്ലേ? നമുക്ക് പുറത്ത് കാണാനൊന്നും പറ്റത്തില്ല. ഗ്ലാസ് ഒട്ടും ക്ലിയർ അല്ല. അതാണൊരു പ്രശ്നം. ഒന്നും കാണത്തില്ല. സാധാരണ വണ്ടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാം, ഇതൊന്നും കാണത്തില്ല. നമ്മളിപ്പോൾ രാവിലെ വെളുപ്പിനെ എത്തും അവിടെ മധുരയിൽ. അപ്പം നേരത്തെ എത്തിയാൽ 4:00 അവിടെ മധുരൈ മീനാക്ഷി അമ്പലം തുറക്കും. അവിടെ തിരക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ കയറി തൊഴണം എന്നൊരു പ്ലാനുണ്ട്. പോയി നോക്കാം നമുക്ക്. നമ്മളങ്ങനെ ബെർത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. ബെർത്തിൻ്റെ മണ്ടയ്ക്ക് കുറേ നാളെ AC യാത്ര ചെയ്തിട്ട്, വർഷങ്ങളായി AC ദീർഘദൂര യാത്ര ചെയ്തിട്ട്. അപ്പം ഇവിടെ മുകളിൽ അടിപൊളിയായിട്ട് കിടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പില്ലോ ഉണ്ട്, പിന്നെ ഒരു ഇതുണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. സമയം 8:45. നമ്മളിപ്പം തിരുവനന്തപുരം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഫുഡ് കൊണ്ടു തരേണ്ടതാണ്. നമുക്ക് നോക്കാം. ഇവർ പറ്റിച്ചേട്ടാ. നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടും സാധനം കിട്ടിയില്ല. പറ്റിച്ച് ആകെ പെട്ടുപോയി. ഞാൻ IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് ചെയ്താണ്. ഞാനത് ചെയ്ത് ഇവന്മാർ എന്നെ കൊല്ലം കഴിഞ്ഞ് വർക്കല അവർക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡിലേ ആണ് വണ്ടി, 3/4 മണിക്കൂർ ഡിലേ ആണ്, തിരുവനന്തപുരം എത്താൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവന്മാർക്ക് ആ വണ്ടിയുടെ സ്റ്റാറ്റസ് നോക്കി വരരുത്. എന്നിട്ട് ഞാൻ അപ്പം പറഞ്ഞ് 10 മിനിറ്റ് മുന്നേ എന്നെ വിളിക്കാമെന്ന് ചോദിച്ചാൽ പുള്ളി. അപ്പോൾ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞു. ആ കഴക്കൂട്ടായിട്ട് ഇവർ ഈ നമ്പറിൽ വിളിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് കമ്പനി നമ്പർ ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നമ്പർ വിളിച്ചിട്ട് അവരെ കിട്ടുന്നുമില്ല. ആകെ പെട്ട് ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് ഇറങ്ങി ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒറ്റ ഉറത്തിനെ കാണുന്നില്ല. ഫുഡ് കൊണ്ടുത്തന്നില്ല. ഫുഡ് പോയി. ഞാൻ എന്നിട്ട് ഇപ്പോൾ അവരെ വിളിച്ച് 2 വർത്താനം പറഞ്ഞ് അവർ സോറി പറഞ്ഞ് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയാന്ന് പറഞ്ഞ് ഇപ്പോൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പാളം വെച്ചിട്ട്. എനിക്കറിയില്ല. ഇനി രാത്രി നാഗർകോവിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കേണ്ടി വരും. എന്ത് പണിയാന്ന് നോക്കി. ഇനി മേലെ ഇങ്ങനത്തെ പരിപാടി ചെയ്തു. അയ്യോ അടുത്ത് നമ്മളങ്ങനെ രാത്രി 10:30 ആയപ്പോൾ നാഗർകോവിലെത്തി. ഇനി ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഡ്ലി വട ഉണ്ടെന്ന് തോന്നുന്നു. അണ്ണാ ഒരു ഇഡ്ലി വട. ഇഡ്ലി ചപ്പാത്തി പൊറോട്ട ബിരിയാണി ഇഡ്ലി. നമുക്കങ്ങനെ ഇഡ്ലി വട കിട്ടി. ഇഡ്ലി വട ഇനി നമുക്ക് പോയിരുന്ന് കഴിക്കാം. നട്ടപ്പതിരേക്ക് ബർത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഇഡ്ലി കഴിക്കുന്നു ഞാൻ. ഇവിടെ എല്ലാവരും ഉറക്കമാണ്. ഇഡ്ലി അടിപൊളി കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പുറത്ത് കളയുന്നതിനും നല്ലത് ഇത് നമ്മൾ ട്രെയിനിനകത്തിന് ഡസ്റ്റ്ബിൻ ഉണ്ടാവും. ഇവിടെ കളയുന്നതിനാണ് ഏറ്റവും നല്ലത്. നല്ല ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അടിപൊളി സാമ്പാറായിരുന്നു. ഇഡ്ഡലി അടിപൊളിയായിരുന്നു. നല്ല ചൂട്, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. നമുക്ക് ഇത് കഴിക്കാനായിരുന്നു അവർക്ക് പറഞ്ഞിട്ടുള്ളത്. മറ്റേത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെന്തായാലും കാണിച്ച് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ നമ്മളിപ്പം നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോക്കോ റിവേഴ്സലിൻ്റെ പേരുണ്ട്. കാരണം നാഗർകോവിൽ നമ്മൾ നേരെ പോയാൽ കന്യാകുമാരി എത്തുന്നത്. അപ്പം നാഗർകോവിൽ കയറിയിട്ട് ഇവർ മുന്നിൽ നമ്മുടെ, അതായത് നമ്മൾ ഫ്രണ്ട് സൈഡിലാണ്. ഇപ്പോൾ നമ്മളിത് ബാക്ക് സൈഡ് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ അപ്പുറ സൈഡിൽ ലോക്കോ പിടിപ്പിച്ചിട്ട് നേരെ ഇനി തിരുനെല്ലിയിൽ ആ വഴി മധുരയ്ക്ക് പോകും. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്നത് 10:30 രാവിലെ 4:30 ആകുമ്പോൾ എത്തുമായിരിക്കും. അപ്പോൾ രാവിലെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം കിടക്കാൻ പോകാം. അപ്പോൾ ഗുഡ് മോർണിംഗ്.
നമ്മൾ മധുരയ്ക്ക് ഇപ്പുറമുള്ളൊരു സ്റ്റേഷനിൽ നമ്മൾ രാവിലെ കൊണ്ട് പിടിച്ചിട്ടേക്കാണ്. ഇവിടെ പിടിച്ചിട്ടുള്ളൊരു സ്റ്റോപ്പുണ്ട് ഇവിടെ, തിരുപ്പറക്കുണ്ടോ അങ്ങനെ എന്തോ ഒരു സ്റ്റേഷനിൽ കൊണ്ട് രാവിലെ കൊണ്ട് പിടിച്ചിട്ടേക്കാണ്. ഇപ്പോൾ സമയം 3:30 എന്തോ കഴിഞ്ഞു. അപ്പം വണ്ടി പതുക്കെ എത്തിയാൽ മതി, വണ്ടി 4:30 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. ധൃതിയൊന്നുമില്ല, വണ്ടിയിലെല്ലാവരും ഉറക്കമാണ്. നമ്മൾ ലാസ്റ്റ് തവണ തിരുനെൽവേലി പോയപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലേ, നെല്ല എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ, ആ വണ്ടി ഇവിടെ പോയത്. നമ്മളങ്ങനെ 4:15 ഇവിടെ മധുര എത്തി. നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം. അവിടെ അമ്പലത്തിൽ പോയിട്ട് അവിടെ സമയം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് മധുരൈ ജംഗ്ഷനാണ്. ഇവിടുന്ന് പല പല ലൈനുകളുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട തേനി, ബോധിനായക്കന്നൂർ ലൈൻ വരുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ ആകെയുള്ള 8 പ്ലാറ്റ്ഫോമാണ്. ഇത് മധുരൈ ഡിവിഷൻ എന്ന ഡിവിഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ മധുരൈ ജംഗ്ഷൻ. ഇവിടെ ഓവർബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ തന്നെ നല്ല വീതിയുള്ളൊരു വഴിയാണ്. എഴുതി വെച്ചിട്ടുണ്ട് സിറ്റി ആൻഡ് ബസ് സ്റ്റാൻഡ്, മീനാക്ഷി ടെമ്പിൾ. അത് അങ്ങോട്ട് നമുക്ക് പോകേണ്ടത്, മറ്റേ വേറെ എൻഡാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇവിടെ വെയിറ്റിംഗ് ഹോളുണ്ട്. നമ്മുടെ തിരുനെൽവേലി കണ്ട പോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി. അത് 20 രൂപയാണ് ഒരാൾക്ക് 1 മണിക്കൂർ. നമുക്ക് അവിടെ പോയി നോക്കാം. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ തമിഴ്നാടെന്ന് നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ എന്തായാലും വൃത്തിയില്ലാന്നൊക്കെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റിംഗ് ഹാൾ എവിടെ നോക്കാം. നമ്മളിവിടെ പുറത്തിറങ്ങി വരുമ്പോഴേക്കും ഇവിടെ മൊത്തം വേണ്ട ആൾക്കാരൊക്കെ ഇനി കിടന്ന് ഉറങ്ങുവാണ്. ഇതെന്താണ് ഇവിടെ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ വേറൊരു പരിപാടികളാണ്. IRCTC എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞ അടിപൊളി സംഭവമുണ്ട്. അതിൽ സോഫ സെറ്റിങ്ങിന് 60 രൂപ പെർ പേഴ്സൺ, 1 മണിക്കൂറാണെന്ന് തോന്നുന്നു. 1 മണിക്കൂർ. റിക്ലൈനർ 100 രൂപ പെർ പേഴ്സൺ. പിന്നെ ഷവർ ആൻഡ് ചേഞ്ച് 100 രൂപ. ഷവർ ആൻഡ് ചേഞ്ച് പാർട്ട് കിറ്റ് 150 രൂപ. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇത് അടിപൊളിയായിട്ടോ, സൂപ്പറാണ്. ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കാപ്പി, അവിടെ ഫുഡൊക്കെ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു. രാവിലെ മധുരൈ നഗരം ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 5 മണിയാവാറായി. ഇനിയിപ്പോൾ പതുക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങും പുറത്തോട്ട്. നമ്മളെപ്പോൾ നിന്ന് ഫ്രഷ് ആയതുകൊണ്ട് ഇവിടെ അമ്പലത്തിനാണ് വന്നിരിക്കുകയാണ്. ആ വലിയ ഗോപുരം കണ്ടോ, പക്ഷെ നമുക്ക് വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്കത് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോകാം. മൊബൈൽ കയറ്റുന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു ക്ലോക്ക് റൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. കാരണം ബാഗ് സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ദർശനത്തിന് വേണ്ടി പോകാം. അകത്തോട്ട് മൊബൈൽ കയറ്റത്തില്ല, വാച്ചൊന്നും കയറ്റത്തില്ല. അപ്പോൾ ബാഗും സംഭവങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ ദർശനം എല്ലാം കഴിഞ്ഞു. 6 മണിയായി. ഇപ്പം 6 മണി 5 മിനിറ്റ് കൂടെ ഉണ്ട്. 1 മണിക്കൂർ കഷ്ടിയേ എടുത്തുള്ളൂ. കാരണം അകത്ത് കുറച്ച് പൂജകളും കാര്യമായതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ട് തൊഴുതു, കുറേ നേരം തൊഴുതു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവർ അമ്പലങ്ങളിലെ ഈ ഗോപുരം എന്നൊക്കെ പറഞ്ഞാൽ ലുക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ആ വർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രാവിലെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ പൂക്കൾ വയ്ക്കുന്ന ഓരോ കടകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും കഴിക്കണം. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരെ പോയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒന്നും കണ്ടൊന്നുമില്ല. നമുക്ക് പോയി നോക്കാം കേട്ടോ എന്താ അവസ്ഥയാണ്. നിങ്ങൾ മധുര അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ രാവിലെ വരണമെന്നുണ്ടെങ്കിൽ ഈ പുനലൂർ മധുര എക്സ്പ്രസ്സിന് കയറി വന്നാൽ മതി, കൊല്ലം ഭാഗത്തുള്ളവർ. കാരണം അത് വെളുപ്പിനെ ഒരു 4 മണി 4:30 എന്തായാലും മധുര എത്തും. അല്ലെങ്കിൽ അമൃത എക്സ്പ്രസ്സിന് കയറി വരുവാണെങ്കിൽ അതെനിക്കൊന്ന് 10 മണിക്ക് എന്തോ എത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോഴും പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർമ്മാലയം തൊടണമെങ്കിൽ ഈ ഒരു വണ്ടിക്ക് വന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടൊരു 1.2 കിലോമീറ്റർ എന്തുണ്ട്. അപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. സമയമുണ്ടോ ഇഷ്ടം പോലെ. നമുക്കിനി ഇവിടെ തമിഴ്നാട്ടിലെ തെരുവുകളോട് നോക്കി നടക്കാം. ഇവിടെ നമുക്കൊരു ഹോട്ടൽ കാണാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. വിശക്കുന്നു രാവിലെ. ഇതെല്ലാം രാത്രി ഇഡ്ഡലി കഴിച്ചാൽ പിന്നെ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം. തമിഴ്നാട്ടിൽ വന്നാൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട സാധനമാണ് ഈ പൊങ്കൽ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. ഇത് ഇവിടുന്ന് മേടിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പറയേണ്ട ആവശ്യമില്ല. നെയ്യൊക്കെ ഭയങ്കരമായിട്ട്, നെയ്യും കുരുമുളകും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ പിന്നെ പൊങ്കൽ മേടിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും.
പൊങ്കലിന് 55 രൂപ കേട്ടോ. പൊങ്കലും ചായയും വട എല്ലാം കൂടി 87 രൂപയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊങ്കൽ കഴിച്ചുള്ള ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിച്ചാൽ നമുക്ക് വയറ് നിറയും. കാരണം അതിനകത്ത് നെയ്യൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ തമിഴ്നാട്ടിലെ തെരുവ് വീതികളിലൂടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കാം. ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്ഥലത്താണ് വൈകിട്ടാകുമ്പോൾ ഇവർ മറ്റേ ബൺ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടി ഇവിടെ ആകുമ്പോൾ വൈകിട്ട് കുറേ വണ്ടികളൊക്കെ വരും. അപ്പോൾ അവരിവിടെ തുറന്നിട്ട് ഈ ബൺ പൊറോട്ടയും സംഭവങ്ങളൊക്കെ അവിടെയാണ് വൈകിട്ട്. ഇവിടെ മധുരയിൽ കുറേ ഫുഡ് ഐറ്റംസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ നോൺ വെജ്, മട്ടൺ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. പിന്നെ മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡാന്നൊരു സാധനമുണ്ട്. അത് മറ്റേ ഒരു ഡ്രിങ്കാണ്. നല്ല മധുരമൊക്കെ ഉള്ള പാലിട്ട് കുറുക്കി ഒരു സംഭവമാണ്. അത് അടിപൊളിയാണ്. മധുര വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുടിച്ച് നോക്കണം. നമ്മളങ്ങനെ മധുരൈ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ നിർത്തുവാണ്. തേനിക്ക് പോകുന്ന വീഡിയോ, നാട്ടിലോട്ട് പോകുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.